ഏറ്റവും കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു പൈനാപ്പിൾ മധുരക്കറി ഉണ്ടാക്കിയാലോ? വാ നോക്കാം. അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ 3 കപ്പ് പൈനാപ്പിൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് പൈനാപ്പിളാണ് എടുത്തത്. പൈനാപ്പിൾ കൊത്തി അരിഞ്ഞോ മിക്സിയിലോ ചോപ്പറിലോ ക്രഷ് ചെയ്തോ എടുക്കാം. മിക്സിയിലാണെങ്കിൽ അരച്ചെടുക്കരുത്. ബാക്കിലോട്ട് പ്രസ് ചെയ്തോ പൾസ് ബട്ടൺ യൂസ് ചെയ്തോ ചോപ്പ് ചെയ്തെടുക്കാം. മിക്സിയിലാവുമ്പോൾ അല്പം വെള്ളത്തോടു കൂടി കുഴഞ്ഞായിരിക്കും കിട്ടുക. എങ്ങനെയാണെങ്കിലും തീരെ ഫൈനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് വെന്ത് വന്നു കഴിയുമ്പോൾ അവസാനം നല്ലൊരു പച്ചടി പരുവം കിട്ടാനായിട്ട് നല്ലത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 4 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 2 കപ്പ് വെള്ളവും ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം 15 മിനിറ്റ് വേണ്ടി വരും പൈനാപ്പിൾ വെന്ത് വരാൻ. പൈനാപ്പിൾ വെന്ത് കഴിഞ്ഞാൽ ബാക്കി വെള്ളം പാത്രം തുറന്നു വെച്ച് വറ്റിച്ചെടുക്കണം. വെള്ളം വറ്റി തുടങ്ങുമ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഇളക്കി കൊടുക്കണം. പൈനാപ്പിളിന്റെ പുളിക്കനുസരിച്ച് ഉപ്പിന്റെയും പഞ്ചസാരയുടെയൊക്കെ അളവ് വ്യത്യാസം വരും. അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പും മധുരവും നോക്കി വേണമെങ്കിൽ അല്പം കൂടെ ഉപ്പോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. വെള്ളം വറ്റി വരുമ്പോൾ അരപ്പ് ചേർത്ത് 5 മിനിറ്റ് ഇളക്കി കൊടുക്കാം. 1/4 കപ്പ് തേങ്ങയും 1 നുള്ളു കടുകും 2 നുള്ളു ജീരകവും അല്പം വെള്ളവും ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുത്തതാണ് ഈ അരപ്പ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചേർത്ത് കൊടുത്ത അരപ്പിന്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം 1 കപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കാം. മുന്തിരി ചേർത്തതിന് ശേഷം വേവിക്കരുത്. താളിച്ച് ചേർത്തതിന് ശേഷമുള്ള ചൂടിൽ അല്പനേരം അടച്ചു വെച്ചിരുന്നാൽ മതി. മുന്തിരി കളറൊക്കെ മാറി കറക്റ്റ് പാകമായിട്ട് വരും. ഇനി താളിക്കാനായിട്ടൊരു പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും വറുത്തെടുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അരമണിക്കൂർ ഈ ചൂടിൽ തന്നെ പാത്രം അടച്ചു വെച്ചതിന് ശേഷം തുറന്നിളക്കി സെർവ് ചെയ്യാം. ഇത് തൈര് ചേർത്തിട്ടുള്ള പൈനാപ്പിൾ പച്ചടിയല്ല, ഏറ്റവും കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തുണ്ടാക്കുന്ന പൈനാപ്പിൾ മുന്തിരി മധുരക്കറിയാണ്. പച്ചമുളകൊന്നും ചേർക്കുന്നില്ല, പകരം മുളക് പൊടിയാണ് കറിക്ക് എരിവ് കൊടുക്കുന്നത്. പൈനാപ്പിളിന്റെ മധുരവും ചെറിയ പുളിയും ലൈറ്റായിട്ടൊരു എരിവുമാണ് ഇതിന്റെ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.